ടുഡേ സ്പെഷ്യൽ ബീഫ് ഫ്രൈഡ് റൈസ് ആണ്. അങ്ങനെ മുട്ട ചിക്കാനായിട്ട് വെച്ചു. മുട്ട ചിക്കി വന്നപ്പോൾ ബീഫ്, ബീൻസ്, മുളക്, ക്യാരറ്റ്, ഒനിയൻ ഇതെല്ലാം കൂടെ സോട്ട് ചെയ്യാൻ വെച്ചു. ആദ്യം ഒനിയൻ സോട്ട് ചെയ്യാൻ വെച്ചു. ദെൻ ക്യാരറ്റ് ഇട്ടു, മുളകിട്ടു, ബീൻസ് ഇട്ടു. ബീഫ് പിന്നെ വെക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഇട്ടു. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടു. കുരുമുളക് പൊടിയും കൂടെ ചതച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് കോൺഫ്ലവർ, മൈദ ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയിലിട്ട് വറുക്കാൻ വെച്ചു. ബീഫ് ഫ്രൈ ആക്കുന്നിടയിൽ ഞങ്ങൾ എല്ലാ ദിവസവും കാക്കയ്ക്ക് ചോറ് എടുക്കാറുണ്ട്. ഉച്ചയ്ക്ക് കാക്ക വന്ന് ചോറ് വന്ന് തിന്നു. അന്നേരം ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഐറ്റങ്ങളെല്ലാം ഇട്ട് മിക്സാക്കി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വന്നു. ഓക്കെ, ഗ്രീൻ ചട്നി കഴിച്ചാലേ അവർക്ക് ഫ്രൈഡ് റൈസ് ഇറങ്ങുള്ളൂ എന്ന്. ദെൻ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ടു. ഇതെല്ലാം കൂടി ഇനി മിക്സ് ഇതാണ് നമ്മുടെ പറ്റി. എല്ലാം കഴിഞ്ഞു. കുറച്ച് സോയ സോസ് അയച്ചു, ചില്ലി സോസ് അയച്ചു, ഇനി ടൊമാറ്റോ സോസ് അയച്ചു. അങ്ങനെ എല്ലാം മിക്സ്. ഏറ്റവും ലാസ്റ്റ് എഗ്സും ഇട്ട് ഇളക്കി. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റൈലിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ്. അങ്ങനെ ഗ്രീൻ ചട്നിയും റെഡിയാക്കി, കിച്ചണെല്ലാം ക്ലീനാക്കി. അങ്ങനെ ഞങ്ങളുടെ ഫ്രൈഡ് റൈസ്. ദെൻ ബൈ.